നല്ലൊരു ഷോപ്പിംഗ് നടത്തിയ മട്ടുണ്ടല്ലോ. എന്താ വിശേഷം? എന്തെങ്കിലും ഒരു വരുമാന മാർഗം നോക്കണ്ടേ? അതിനൊരു യൂണിറ്റ് തുടങ്ങാന്ന് വെച്ചു. പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കുന്ന പരിപാടിയാ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നതാ ഇവിടെ. എന്റെ ബാപ്പ വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു. എവിടെ എന്ത് നടണമെന്നും അതിനെ എങ്ങനെ പരിപാലിക്കണമെന്നൊക്കെ നല്ല നിശ്ചയമുണ്ടായിരുന്നു. ബാപ്പ പോയതോടെ അതെല്ലാം പോയി. കപ്പയും കാച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നേരം കഴിയാൻ അത് തന്നെ ധാരാളമെന്ന് മനസ്സിലാക്കി തന്നതും ബാപ്പ തന്നെയാ. അങ്ങനെ കഴിഞ്ഞിട്ടുമുണ്ട് കുറെ അധികം നാളുകൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്ന് കേൾക്കാനോ ഗവനിക്കാനോ പ്രാവർത്തിയാക്കാനോ സമയമില്ല, അതിനൊരു താല്പര്യമില്ല. പക്ഷേ സുബേറിന്റെ മോള് പിടിക്കുക കേട്ടോ. എന്തിനെ കുറിച്ച് നല്ല അറിവുണ്ട്, പഠിക്കാനും പിടിക്കുക ഇല്ലയോ? ഉവ്, പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കൊക്കെ നല്ല മതിപ്പാ. എപ്പോ കണ്ടാലും 100ന്റെ പഠിത്തം, അതാണ് അവർക്കറിയേണ്ടത്. അതെ, അത് ചില കുട്ടികൾ കിട്ടുന്ന അനുഗ്രഹ സുബേറെ. അങ്ങനെ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇപ്പൊ തന്നെ എന്റെ മോൻ വിഷ്ണുവിനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അവൻ പഠിച്ചോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്, അങ്ങനെ പഠിക്കാനായിട്ട് അനുഗ്രഹം കിട്ടുന്ന മക്കളെ നമ്മൾ അവർ ഇഷ്ടം തീരുന്നവരെ പഠിപ്പിക്കണം. ഇനി സുബേർ അറിയാൻ പോകുന്നത് അവളുടെ പഠിത്തത്തിന്റെ മഹത്വത്തിലൂടെ ആയിരിക്കണം. അതിനി നടക്കുമെന്ന് തോന്നില്ല. 100ന്റെ വിവാഹം നിശ്ചയിച്ചു, പെങ്ങളുടെ മോനുമായിട്ടാ. ഇനി പഠിത്തമൊക്കെ വേണമെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും പഠിക്കാലോ. അല്ല, ഈ 100നെ കിട്ടാൻ പോകുന്ന ചെക്കനെ എത്ര വരെ പഠിച്ചു സുബേറെ? അവൻ 10 വരെ. നല്ല ബിസിനസ് മൈൻഡ് അവന്. കാശുണ്ടാക്കുന്ന കാര്യത്തില് ഇപ്പോഴേ മിടുക്കനവൻ. സുബേറെ, ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒന്നായി കാശെന്ന് പറയുന്നതേ. പക്ഷെ പഠിത്തം ഉണ്ടെങ്കിൽ അത് ജീവിതാന്ത്യം വരെ നിലനിൽക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സുകാരനായ ഭർത്താവേ ഒരു തരത്തിലും ആ കൊച്ചിനെ തുടർന്ന് പഠിപ്പിക്കത്തില്ലടോ. അതിനെ അവർ അടുക്കളയ്ക്കകത്ത് തളച്ചിടാനേ ശ്രമിക്കത്തുള്ളൂ. സുബേറെ, അവളെ പഠിപ്പിക്കുക. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സ്വന്തമായിട്ട് നിൽക്കാൻ കരുത്തുണ്ടാക്കിയിട്ട് അവളെ പറഞ്ഞു വിട്. പിന്നീട് ഒരിക്കൽ അവൻ അവളെ തള്ളി പറഞ്ഞാലുവേ അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാലോ. അതെ, കാശ് കൊടുത്താൽ കിട്ടുകയില്ല. എന്റെ മരുമോൾ ശാലിനി, അവൾ കഷ്ടപ്പെട്ട് നേടിയതാ ഈ IAS. അവൾക്കുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അവൾ നേരിട്ടതുവേ ഈ ജോലി ഉണ്ടായതുകൊണ്ട് മാത്രമാ. അല്ല, പഠിക്കാൻ പഠിക്കില്ലല്ലോ നൂർജഹാൻ. അപ്പം അവളെ അനുവദിക്ക്. 100നെ കെട്ടാൻ പോകുന്ന പെങ്ങളെ മോനല്ലയോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കേ. എന്തെങ്കിലും നൂർജഹാന് വേണ്ടി സുബേറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആലോചിക്കേ, എന്നിട്ട് ആ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്ക്. അവൾ എന്നും സന്തോഷമായിട്ടിരിക്കാൻ സുബേർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. എത്രയായി? 100. നല്ലൊരു ഷോപ്പിംഗ് നടത്തിയ മട്ടുണ്ടല്ലോ. എന്താ വിശേഷം? എന്തെങ്കിലും ഒരു വരുമാന മാർഗം നോക്കണ്ടേ? അതിനൊരു യൂണിറ്റ് തുടങ്ങാന്ന് വെച്ചു. പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കുന്ന പരിപാടിയാ. എത്രത്തോളം അത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്തു നോക്കാമെന്ന് വെച്ചു. എന്തും നമ്മൾ ധൈര്യത്തോടെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാലല്ലേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചെയ്യേ, ഇത് നല്ല രാശിയുള്ള സ്ഥലവാ. എന്ത് ചെയ്താലും വിജയിക്കും. ഞാൻ തന്നെയാ അതിന് ഉദാഹരണം. അപ്പോ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. നൂറ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോന്നതാ. ചെന്നില്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഹലോ, മോളെ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ.